നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നു നിങ്ങളുടെ ഇന്ന് എന്ന ജ്യോതിഷ വിഷയം. നിങ്ങളുടെ ഇന്ന് നാം ചർച്ച ചെയ്യുന്ന ദിനം 1201 മേടമാസം 22-ാം തീയതി, അതായത് 2026 മെയ് മാസം 5-ാം തീയതി, 5/5/2026. ഇന്നത്തെ ദിനം ചൊവ്വാഴ്ചയാകുന്നു, മംഗളവാരം. ഇന്ന് ചൊവ്വാഴ്ച സൂര്യോദയം കാലത്ത് 6:09, അസ്തമയം വൈകിട്ട് 6:34 തൃശ്ശൂരിൽ. ഇന്നത്തെ രാഹുകാലം നിങ്ങൾക്കറിയാം. ചൊവ്വാഴ്ച രാഹുകാലം വൈകിട്ട് 3 മുതൽ 4:30 വരെയുള്ള സമയമാണ്. ഒരു ശുഭകാര്യങ്ങളും നാം രാഹുകാലത്ത് അനുഷ്ഠിക്കാറില്ല. ഇന്നത്തെ തിഥി കറുത്തപക്ഷത്തിലെ ചതുർത്ഥി തിഥിയാണ്. അത് തിഥിയാണ്, ദുർബലമായ തിഥിയാണ്, ഒഴിഞ്ഞ തിഥിയാണ്. സാമ്പത്തികമായി ഒരു ബെനിഫിറ്റും അന്നത്തെ ദിവസം ഉണ്ടാകില്ല. തിഥിയുള്ള ദിവസം, ഒഴിഞ്ഞ തിഥി, അങ്ങനെയുള്ള 3 തിഥികളുണ്ട്. ഒന്ന് ചതുർത്ഥി, 4ാമത്തെ തിഥി. മറ്റൊന്ന് നവമി, 9ാമത്തെ തിഥി. മറ്റൊരു തിഥി ചതുർദശി, 14ാമത്തെ തിഥി. ഈ തിഥികൾ 3ഉം വളരെ ദുർബലമാണ്. അതിനാൽ ശുഭകാര്യങ്ങൾക്ക് സാമ്പത്തികമായ ബെനിഫിറ്റ് ഉണ്ടാകുന്ന ഒരു വിഷയത്തിനും ഇന്നത്തെ ദിനം തിഥി അനുകൂലമല്ല. അതിനുമപ്പുറം ഇന്നത്തെ നക്ഷത്രം ജ്യേഷ്ഠ നക്ഷത്രമാണ്, തൃക്കേട്ട നക്ഷത്രമാണ്. ഇന്ന് ഉച്ചയ്ക്ക് 12:50 വരെ തൃക്കേട്ട നക്ഷത്രമാണ്. ഒരു ശുഭകാര്യങ്ങളും വിത്തിട്ടാൽ പൊടിക്കാത്ത, യാത്ര പോയാൽ തിരിച്ചു വരാത്ത നക്ഷത്രമാണ്. 7 നക്ഷത്രങ്ങളുണ്ട്, അതിലൊന്നാണ് തൃക്കേട്ട. യമരുദ്രാഹി മുപ്പൂരം തൃക്കേട്ട. യമൻ എന്നാൽ ഭരണി, രുദ്രൻ തിരുവാതിര, അഹി ആയില്യം, പിന്നീട് പൂരം, പൂരാടം, പൊരുരുട്ടാതി, അതിനുശേഷം തൃക്കേട്ട. ഈ 7 നക്ഷത്രങ്ങൾ വിത്തിട്ടാൽ പൊടിക്കില്ല, യാത്ര പോയാൽ തിരിച്ചു വരില്ല. അതിനാൽ 12:50 വരെ ഒരു ശുഭമുഹൂർത്തവുമില്ല. 12:50 കഴിഞ്ഞാലോ മൂലം നക്ഷത്രമാണ്, കറുത്തപക്ഷത്തിലെ മൂലമാണ്. അതിനുമപ്പുറം മൂലം വാങ്ങാനും കൊടുക്കാനും പറ്റാത്ത നക്ഷത്രമാണ്. കൃത്രിക ഭാഗ്യ മൂലാശ്ച മകാ ചിത്രാജ രേവതി. കാർത്തിക ഭാഗ്യമെന്നാൽ ഉത്രം, മൂലം, മകം, ചിത്ര, രേവതി. ഈ 6 നക്ഷത്രങ്ങൾ വാങ്ങാനും കൊടുക്കാനും പറ്റാത്ത നക്ഷത്രമാണെന്ന് കൂടി പ്രിയമുള്ള പ്രേക്ഷകർ അറിയുക. അതിനാൽ ഇന്ന് ഒരു ശുഭമുഹൂർത്തവും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഞാൻ നൽകുന്നില്ല. എൻ്റെ പ്രിയമുള്ള പ്രേക്ഷകർക്ക് ഞാൻ അധികവും നക്ഷത്രം മോശമാണെങ്കിലും ഞാൻ മുഹൂർത്തം തരാറുണ്ട്. കാരണം പലപ്പോഴും പല കാര്യങ്ങളും നാം തയ്യാറായി അവസാന നിമിഷം ചെയ്യേണ്ടി വരും. ആ സമയത്ത് അതിന് തക്ക രീതിയിലുള്ള മുഹൂർത്തമാണ് ഞാനെപ്പോഴും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരുമായി വളരെ കഷ്ടപ്പെട്ട് ഗണിച്ചിട്ട് തരുന്നത്. എനിക്കതിൽ വളരെയധികം ചാരിതാർത്ഥ്യമുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സഹായിക്കുക. അവരൊരിക്കലും ഒരു തെറ്റായ മാർഗത്തിലൂടെ പോയിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കാൻ പാടില്ല. ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന് നമ്മുടെ പൂർവസൂരികൾ പറഞ്ഞിട്ടുണ്ട്. സത്യസായി ബാബ സ്വാമി അതിനെ തിരിച്ച് സമസ്ത ലോക സുഖിനോ ഭവന്തു എന്നും പറഞ്ഞിട്ടുണ്ട്. അതിനാൽ എല്ലാവരും സുഖമായി വർത്തിക്കട്ടെ, ബുദ്ധിമുട്ടുകളില്ലാതിരിക്കട്ടെ. ഇന്നത്തെ ദിനം കാലത്ത് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ പോകാം. ചൊവ്വാഴ്ചയാണ്, തൃക്കേട്ടയാണ് നക്ഷത്രം. എല്ലാ ദുരിതങ്ങളും മാറട്ടെ. ശത്രുസംഹാര കുരുതി ചെയ്യാം. നാളികേരം കൊണ്ട് നാളികേരമടിച്ച് ദോഷങ്ങൾ മാറ്റാം. ഓം ഐം ക്ലീം സൗം ഹ്രീം ഭദ്രകാളിയേ നമഃ ഇത് കാളീ മന്ത്രമാകുന്നു. അപ്രകാരം തന്നെ അവിടെ കർമ്മമുട്ടി ചെയ്യാം. കർമ്മ തടസ്സമുണ്ടെങ്കിൽ, ശത്രുമുട്ടി ചെയ്യണം, ശത്രു തടസ്സമുണ്ടെങ്കിൽ. അപ്രകാരം ശാരീരികമായ ക്ലേശങ്ങളുണ്ടെങ്കിൽ ദേഹമുട്ടും ചെയ്യാം. അതൊക്കെ കഴിഞ്ഞ് ഉച്ചയ്ക്ക് ശേഷം മൂലം നക്ഷത്രമാണ്. മൂലം നക്ഷത്രത്തിൻ്റെ അധിപനായ ഗ്രഹം കേതുവാണ്. അശ്വതി മകം മൂലം. രാഹുവിൻ്റെ പുച്ഛമാകുന്നു കേതു, വാലാകുന്നു കേതു. അതിനാൽ നന്നായി സർപ്പക്ഷേത്രത്തിൽ ആയില്യ പൂജ അല്ലെങ്കിൽ സർപ്പവിളി ചെയ്യാം. അപ്രകാരം തന്നെ ഏറ്റവും നന്നായി എന്ത് ചെയ്യാം? നവഗ്രഹത്തിൽ രാഹുകേതു അർച്ചന ചെയ്യുന്നത് വളരെ ഗുണമാണെന്നറിയുക. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഇന്നത്തെ ദിനം ശുഭമാകട്ടെ എന്ന് കാക്ഷിക്കുന്നു. നന്ദി, നമസ്തേ.